ബി.ജെ.പി. സ്വതന്ത്രനെ തേടുന്നുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ബീന ജോസഫിനെ MT രമേശ് അടക്കമുള്ള നേതാക്കൾ വന്ന് കണ്ടു എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ബീന ജോസഫ് തന്നെ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുമുണ്ട്. എന്താണ് MT രമേശ് വന്ന് കണ്ടോ, എന്തായിരുന്നു? നോക്കൂ, അദ്ദേഹം വന്നത് നമ്മളൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഓഫീസിലേക്ക് വന്നത്. ഞാനതൊരിക്കലും പ്രതീക്ഷിച്ച് വന്നതല്ല. മറ്റൊരു വക്കീലിനൊപ്പം കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്ന കൂട്ടത്തിൽ വന്നതാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണോ? എന്ന് ഞാൻ പറയില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സംസാരിച്ചൊരു കാര്യം പബ്ലിഷ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതായത് നിലമ്പൂരിൽ ബി.ജെ.പിക്ക് ഒരു സ്ഥാനാർത്ഥി വേണം, അതിന് സ്വതന്ത്രനെ തേടുന്നുണ്ട്, അതിന് യോഗ്യമായ ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് MT രമേശ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അങ്ങനെ കരുതുന്നുണ്ടോ? നോക്കൂ, അവിടെ BJP നിർത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ UDF വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങാൻ നിൽക്കുന്ന ആളാണ്. അപ്പം നമ്മൾക്ക് അതിനകത്തൊരു അവർ എന്ത് തീരുമാനിക്കുന്നു എന്നത് നമുക്ക് വിഷയമല്ലല്ലോ. ശരിയാണ്, നമ്മൾ നേരത്തെ തന്നെ UDF കൂടെയൊക്കെ പല വേദികളിലും പല പരിപാടികളിലൊക്കെ കണ്ടതാണ്. പക്ഷേ താങ്കൾക്കും ഒരു സ്ഥാനാർത്ഥിയായാൽ കൊള്ളാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങണമെന്നൊക്കെ, കോൺഗ്രസിന്റെ കൂടെ തന്നെ ഇറങ്ങണമെന്നൊക്കെ നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? നോക്കൂ, കോൺഗ്രസ് ഓൾറെഡി, ഞാൻ അവിടുത്തെ കാര്യമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനൊരു കഴിഞ്ഞ 2010 മുതൽ നമ്മുടെ മഞ്ചേരി നഗരസഭയിലെ കൗൺസിലറാണ്. കുറച്ചു കാലം വൈസ് ചെയർമാനായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായും നമ്മളൊരു ജനപ്രതിനിധിയാകാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നിലമ്പൂരിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഒരുപാട് പേര്, ഒരാളോ ഒന്നോ രണ്ടോ പേരല്ല, അത് പാർട്ടിയല്ലേ തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും ആരാണ് വേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ഇങ്ങനെ ബി.ജെ.പി. ഇങ്ങനെ സമീപിക്കുമ്പോൾ എന്തായാലും ബി.ജെ.പിക്ക് വേണ്ടി ഒരിക്കലും അതെല്ലാം മറന്നൊരിക്കലും ഇറങ്ങില്ല, അത് തീർച്ചയാണ്. അങ്ങനെ ഒരു വിവാദങ്ങൾക്കിടയില്ല എന്നാണ്? ഇല്ല, അങ്ങനെ ഒരു വിവാദത്തിനിടയില്ല. രമേശ് വന്നത് കേസിനാണ്, പക്ഷെ വന്ന കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കരുതാമോ? നോക്കൂ, ഞാനതാ പറഞ്ഞത്. അദ്ദേഹം കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം. നമ്മളോടടുത്ത് നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ചോദിച്ച കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടെന്നല്ല, വെളിപ്പെടുത്തുന്നത് ഒരു ശരികേടില്ലേ. എനിക്ക് എൻ്റെ ഒരു ഇത്രയും കാലത്തെ ഒരു പ്രൊഫഷണൽ 27 വർഷമായിട്ട് നമ്മൾ വക്കീലാണ്. ഞങ്ങൾ വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് ഈവൻ ഫാമിലി പോലും നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ തുടർന്നുകൊണ്ട് പോകുന്ന വ്യക്തിയാണ്. 100% നമ്മുടെ ആ ഒരു പ്രൊഫഷനോട് സത്യസന്ധതയുള്ള പോലെ തന്നെ സീക്രട്ടായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മളത് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കണം എന്നാണ്. ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നുണ്ട്, പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ എനിക്ക് UDF കൂടെ തന്നെ മത്സരിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ എപ്രാവശ്യം ഞാൻ മത്സരിച്ച് 3ാമത്തെ തവണ മത്സരിച്ച് ജയിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് UDF കാൻഡിഡേറ്റിന് കിട്ടിയ വോട്ടിൻ്റെ 100 വോട്ടോളം കൂടുതലാണ്. അത് BJP ആണ് ഞാൻ തോൽപ്പിച്ചത്. കാരണം മഞ്ചേരി പോലുള്ള ഒരു നഗരസഭയിൽ BJP ഉള്ളത് നമ്മൾ UDF സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനത് ടാർഗറ്റ് ചെയ്ത് തന്നെ നമ്മളത് ജയിച്ചു. നമുക്കത് എനിക്കൊരിക്കലും എൻ്റെ സഭയോ അല്ലെങ്കിൽ എൻ്റെ മതത്തിലുള്ളവരോ വോട്ട് ചെയ്തിട്ടല്ലല്ലോ. നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് കഴിഞ്ഞ 3 തവണയായിട്ട് ജനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ എനിക്ക് ജനപ്രതിനിധിയാകാൻ സാധിക്കും എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ. ഒറ്റ കാര്യം കൂടെ, ഈ നിലമ്പൂരിൽ എനിക്ക് മത്സരിക്കണമെന്ന് ഏതെങ്കിലും നേതാക്കളോട്, കേസ് നേതാക്കളോട് അറിയിച്ചിരുന്നു ആവശ്യം? നോക്കൂ, അത് പാർട്ടി ഇങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയല്ലല്ലോ ചെയ്യേണ്ടത്. ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയില്ല. BJP കൊണ്ടുവന്ന ഓഫറിനെ പൂർണ്ണമായും തള്ളുന്നു? അതെ, തീർച്ചയായിട്ടും ഇല്ല, ഒരു വിവാദത്തിനും ഇടയില്ല. എന്തായാലും വളരെ വ്യക്തമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ MT രമേശ് ഇങ്ങനെ ഒരു വക്കീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു. പക്ഷേ BJP സഹകരിക്കില്ല, BJPക്ക് വേണ്ടിയിട്ടൊരിക്കലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പോലും ഒരിക്കലും രംഗത്തേക്ക് ഇറങ്ങില്ല എന്ന് അവർ വ്യക്തമാക്കുകയാണ്. വിവാദങ്ങൾക്കിടയില്ല എന്ന് പറയുന്നു. അപ്പോഴും എനിക്ക് സ്ഥാനാർത്ഥിയായാൽ കൊള്ളാമെന്നൊരു ആഗ്രഹവും ആ വരികൾക്കിടയിലൂടെ പറയുന്നുമുണ്ട്. ജോൺ TK-ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.